ഒരു ക്വസ്റ്റ്യൻ SSC CGL 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കണത് നമുക്ക് നോക്കാം. മന്ത്ലി ഇൻകം ഓഫ് ABC ഇവരുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 2:9:3 എന്ന റേഷ്യോയിലാണ്. ഇൻകത്തിൻ്റെ റേഷ്യോ 2:9:3 ആണ്. അതാരുടെയൊക്കെ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും. ഓക്കെ, ദെൻ അവർ പറയുന്നത് എക്സ്പെൻസസിൻ്റെ റേഷ്യോ 3:9:5 ആണ്. എ സേവിങ് ഇസ് ഹാഫ് ഓഫ് ഹിസ് ടോട്ടൽ ഇൻകം. എയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സേവിങ് എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ ഹാഫാണ്. സേവിങ് എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ ഹാഫാണ്. അതായത് ഇൻകം നിങ്ങൾ രണ്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ സേവിങ്സ് ഒന്നായിരിക്കും. ഉറപ്പായിട്ട് പറയാം എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? ഒന്നായിരിക്കും. കാരണം ഇൻകവും എക്സ്പെൻഡിച്ചറും കൂടി ചേർന്നിട്ടല്ലേ സേവിങ്സ് ഉണ്ടാകുന്ന. അല്ലെങ്കിൽ എയിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 2:1 ആയിരിക്കും വരണത്. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് ഇവിടുത്തെ റേഷ്യോയിൽ അങ്ങനെയാണോ കിടക്കണേന്ന് നോക്കുക. അല്ല, 2:1 അല്ല കിടക്കുന്നത്. അപ്പോൾ അത് 2:1 ആക്കാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സെയിം ആക്കണം. സെയിം ആക്കാനായിട്ട് ഇതിനെ ഈ മൊത്തം റേഷ്യോനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയ റേഷ്യോ ഇവിടെ 6 വരും, ഇവിടെ 27 വരും, ഇവിടെ 9 വരും, ഇവിടെയാണെങ്കിൽ 6 വരും, 18 വരും, 10 വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് പറഞ്ഞിരിക്കുന്നത് എയിൻ്റെ ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ 2:1 ആണ്. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ ഈക്വലേ ആയുള്ളൂ. 2:1 ആക്കാനായിട്ട് ഇൻകത്തിന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ്പെൻഡിച്ചറിനെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇൻകത്തിന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ്പെൻഡിച്ചറിനെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ 12 വരും, 54 വരും, 18 വരും. ഇപ്പുറത്താണെങ്കിൽ 6 വരും, 18 വരും, 10 വരും. ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഓക്കെ, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഇനിയിപ്പോൾ എല്ലാ കണ്ടീഷനും ഓക്കെ. എല്ലാ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഇൻകത്തിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ ഇതായിരിക്കും, എക്സ്പെൻഡിച്ചറിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ ഇതായിരിക്കും, ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റേഷ്യോ 2:1 ആയിരിക്കും. സോ ഡയറക്റ്റ്ലി കുറച്ച് കഴിഞ്ഞാൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സിൻ്റെ റേഷ്യോ കിട്ടും. സോ ഇവിടെ 6, ഇവിടെയാണെങ്കിൽ 36, ഇവിടെയാണെങ്കിൽ 8. ഇതിനെ വീണ്ടും ചേർത്താക്കി കഴിഞ്ഞാൽ 3:18:4 എന്ന് പറഞ്ഞ് കിട്ടും. ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടാൻ പോകുന്നത്.